ലോകത്ത് മാസ്മരികം എന്ന് പറയിപ്പിക്കുന്ന ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. എന്നാൽ അതിലും വേറെ ലെവൽ എന്ന് പറയാവുന്ന ചില കണ്ടുപിടുത്തങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമ്പർ 1, മക്കാനീസ് കൈറ്റ് എനർജി. പട്ടം പറത്തി കറന്റ് ഉണ്ടാക്കാമെന്ന ആശയമാണ് മക്കാനി എന്ന കമ്പനി ഈ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. സാധാരണ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും കാറ്റിൽ നിന്ന് കറന്റ് ഉൽപ്പാദിപ്പിക്കാൻ 3 ചിറകുള്ള വിൻഡ്മിൽ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവും. എന്നാൽ മക്കാനി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ചെറിയ എയറോപ്ലെയിൻ ആകൃതിയിലുള്ള പട്ടം പറത്തിവിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് സിമ്പിളായി ഞാൻ പറയാം. വിൻഡ്മിൽ പോലെ തന്നെ ഇതിനും ഒരു ഗ്രൗണ്ട് സ്റ്റേഷൻ ഉണ്ട്. ഈ ഗ്രൗണ്ട് സ്റ്റേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഈ ടവർ പോലെ ഇരിക്കുന്ന ഭാഗത്തിനെയാണ്. ഇതിനുള്ളിലാണ് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനുകളും സെൻസറുകളും പവർ സ്റ്റേഷനും ഉള്ളത്. ഈ ഗ്രൗണ്ട് സ്റ്റേഷന് മുകളിൽ വലിയ ഒരു റോപ്പ് റോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരറ്റം എയർബോൺ എന്ന ചിറകുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ എയർബോൺ എന്ന് പറയുന്നത് എയറോപ്ലെയിൻ ആകൃതിയിലുള്ള പട്ടത്തെയാണ്. കാറ്റിന്റെ വേഗത്തിനും ദിശയ്ക്കും അനുസരിച്ച് ഗ്രൗണ്ട് സ്റ്റേഷൻ ഈ എയർബോൺ റോപ്പിന്റെ സഹായത്തോടെ പറത്താൻ തുടങ്ങും. ഈ എയർബോണിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന റോട്ടറുകൾ കറങ്ങിയാണ് കറന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കറന്റ് റോപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കേബിളുകൾ വഴി പവർ ഹൗസിൽ എത്തിക്കുന്നു. ഇതാണ് ഇതിന്റെ വർക്കിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി മക്കാനി എന്ന ഈ കമ്പനിയെ പറ്റി 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. 2009 ഒരു കൂട്ടം കൈറ്റ് സർവേഴ്സ് ആണ് മക്കാനി എന്ന കമ്പനി സ്ഥാപിച്ചത്. കൈറ്റ് സർവേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കടൽ തിരമാലയിൽ സർഫ് ചെയ്യുന്നത് പോലെ ഒരു പാരച്യൂട്ടിന്റെയും അതിൽ യോജിപ്പിച്ചിരിക്കുന്ന റോപ്പിന്റെ സഹായത്തോടെ സർഫ് ചെയ്യുന്നവരെയാണ് കൈറ്റ് സർഫേഴ്സ് എന്ന് പറയുന്നത്. ഈ കൈറ്റ് സർഫിംഗ് ആശയമാണ് പതിവിലും വ്യത്യസ്തമായി പട്ടം പറത്തി കാറ്റിൽ നിന്ന് കറന്റ് ഉൽപ്പാദിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെ കമ്പനി ആരംഭിക്കുകയും 2013 ഇവരുടെ കോൺസെപ്റ്റ് കണ്ട് ഗൂഗിൾ ഫണ്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവർ ഗൂഗിൾ എക്സിന്റെ ഭാഗമാവുകയും ചെയ്തു. അങ്ങനെ കരയിലും കടലിലും സ്ഥാപിക്കാൻ കഴിയുന്ന കൈറ്റ് ഇവർ സ്ഥാപിച്ചു. പക്ഷേ 2020 ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയായ ആൽഫബറ്റിന് ഒരു ഫിനാൻഷ്യൽ ഷോർട്ടേജ് ഉണ്ടായി. ഗൂഗിൾ മക്കാനി എന്ന കമ്പനിക്ക് മാത്രമല്ല ഒരുപാട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ടവർ പോലെയുള്ള വിൻഡ്മില്ലുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൈറ്റ് എനർജി ഭയങ്കര കോംപ്ലക്സ് ആയുള്ള വർക്കിംഗ് ആണ്. വളരെ റിസ്ക്കും മെയിൻ്റനൻസ് ചെലവും കൂടിയതാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഗൂഗിൾ ഈ പ്രോജക്റ്റ് നിർത്തുകയായിരുന്നു. തുടർന്ന് കമ്പനിയും പൂട്ടിക്കെട്ടി. നമ്പർ 2, ഡൈവിംഗ് ബെൽ ബോട്ട്. കണ്ടുപിടുത്തത്തിന് ടോപ്പ് ലെവൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണിത്. ഡൈവിംഗ് ബെൽ ബോട്ടിന്റെ പ്രധാന ഉപയോഗം ആദ്യമേ ഞാൻ പറയാം. വലിയ തടാകമോ ആറോ കണ്ടാൽ അതിന്റെ ആഴത്തിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ നമ്മളെ കൊണ്ട് ഡൈവിംഗ് ഗിയറിന്റെ സഹായമോ വെള്ളം പറ്റിക്കാതെയോ ഒരു വിധത്തിലും അതിന്റെ അടിത്തട്ടിൽ എത്തിപ്പെടാൻ കഴിയില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ ബോട്ട് ഉപയോഗിച്ച് വെള്ളം ഉള്ളപ്പോൾ തന്നെ അടിത്തട്ടിലെത്തി ഇൻസ്പെക്ഷൻ ചെയ്യാനും മെയിൻ്റനൻസ് ചെയ്യാനും നഷ്ടപ്പെട്ട വില കൂടിയ വസ്തുക്കൾ കണ്ടെത്താനും കഴിയും. സോ ഇതിനാൽ തന്നെ നമ്മുടെ ശരീരവും തുണിയും ഒന്നും നനയാതെ ജോലി ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് ഇത് വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ് സിമ്പിളായിട്ട് പറയാം. ഒരു വെള്ളമുള്ള ബക്കറ്റിന്റെ അടിത്തട്ടിലേക്ക് ഒരു കപ്പ് പെട്ടെന്ന് കമഴ്ത്തി വെച്ചാൽ അതിലകത്തേക്ക് വെള്ളം നിറയില്ല എന്ന് നമ്മൾക്കറിയാമല്ലോ. എന്നാൽ അതിനുള്ളിൽ ഒരു തുണി വെച്ചാലോ എന്നാലും നനയില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെക്കാൾ വലിയൊരു കപ്പാണ് വെക്കുന്നതെന്ന് ചിന്തിക്കുക. ഇതിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ നമ്മളും നനയില്ല. ഈ കപ്പിലേക്ക് ആളുകൾക്ക് എത്താൻ വേണ്ടി മുകളിൽ നിന്ന് ഒരു പൈപ്പ് ഈ കപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വെള്ളത്തിനടുത്തട്ടിൽ ഈ കപ്പ് ചെന്ന ഉടനെ ഈ പൈപ്പ് വഴി ആളുകൾക്ക് അതിലേക്ക് എത്താം. ഇതേ കോൺസെപ്റ്റാണ് ഡൈവിംഗ് ബെൽ ബോട്ടിൽ ഉപയോഗിക്കുന്നത്. ജർമ്മനിയിലുള്ള റൈൻ റിവർ ഇൻസ്പെക്ട് ചെയ്യുന്ന ഡൈവിംഗ് ബെൽ ബോട്ടാണ് കാൾ സ്ട്രാറ്റ്. കടലിനെയും പോർട്ടിനെയും ബന്ധിപ്പിക്കുന്ന ഈ ആറ്റിൽ കപ്പലുകളുടെ ഭാഗങ്ങളും നങ്കൂരങ്ങളും വരെ നഷ്ടപ്പെടാറുണ്ട്. ഇവയെല്ലാം കണ്ടെടുക്കാൻ 15 വർഷമായി ക്യാപ്റ്റൻ തോമസും ടീമും ജോലി ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിനൊരു ടാസ്ക് വന്നിട്ടുണ്ട്. റൈൻ റിവറിൽ ഒരു കപ്പലിന്റെ നങ്കൂരം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുന്നത് നമുക്ക് കാണാം. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ ക്യാപ്റ്റൻ തോമസ് ഡൈവിംഗ് ബോട്ടുമായി നങ്കൂരം നഷ്ടപ്പെട്ട സ്പോട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയതിനു ശേഷം ബെൽ എന്ന് പറയുന്ന ഈ കണ്ടെയ്നർ, അതായത് ഞാൻ കപ്പ് എന്ന് പറഞ്ഞ ഭാഗം, ക്രെയിൻ ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് ഇറക്കുന്നു. ഇതേ സമയം ബെല്ലുമായി ഫിറ്റ് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് പൈപ്പ്, അതായത് ആളുകൾക്ക് അകത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഷാഫ്റ്റ് പൈപ്പിന്റെ ഇൻലെറ്റ് ചേംബറിലേക്ക് ക്രൂ മെമ്പേഴ്സ് കയറി ഡോർ അടയ്ക്കുന്നു. ഈ ഇൻലെറ്റ് ചേംബറിൽ 2 ഡോറുകൾ ഉണ്ടാവും. ഈ 2 ഡോറുകളുടെ നടുക്കായിരിക്കും ഈ ക്രൂ ആദ്യം കയറിയിരിക്കുക. ഇതിനുശേഷം ഷാഫ്റ്റ് പൈപ്പിലും ബെൽ ചേംബറിലും ഓക്സിജൻ കലർന്ന കംപ്രസ്ഡ് എയർ നിറയ്ക്കുന്നു. ടൺ കണക്കിന് ഭാരമുള്ള ബെൽ അടിത്തട്ടിൽ എത്തിയതിനു ശേഷം കണ്ടെയ്നറിലേക്കുള്ള ഡോർ തുറന്ന് ഷാഫ്റ്റ് വഴി തോമസും ക്രൂവും അടിത്തട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ നങ്കൂരം കണ്ടെത്തി മിനി ക്രെയിനും ചങ്ങലകളും ഉപയോഗിച്ച് ഇനി ഇത് മുകളിലേക്ക് പൊക്കിയെടുക്കണം. ഇതിനുശേഷം പതിയെ ബെൽ ചേംബർ മുകളിലേക്ക് പൊക്കുന്നു. ഇതിൽ ജോലി ചെയ്യുന്നത് വളരെ കഠിനവും ആപത്തും നിറഞ്ഞതാണ്. കരയിലെ ചൂടിനേക്കാൾ കൂടുതലായിരിക്കും ചേംബറിനുള്ളിലുള്ള ചൂട്. ഇതേ സമയം തണുപ്പാണെങ്കിൽ 2 മടങ്ങായിരിക്കും ചേംബറിനുള്ളിലെ തണുപ്പ്. കൂടാതെ പ്രഷർ കൂടിയ എയർ ചേംബറുകളിൽ ജോലി ചെയ്യുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമ്പർ 3, സ്പിൻ ലോഞ്ച്. സ്പിൻ ലോഞ്ച് എന്ന് പറയുന്നത് ഒരു സ്പേസ് ഫ്ലൈറ്റ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെയുള്ള ഈ കമ്പനി 2025 സാറ്റലൈറ്റ് സ്പേസിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കമ്പനിയെ പറ്റി കൂടുതൽ അറിയുന്നതിന് മുൻപ് ഇതിന്റെ വർക്കിംഗ് വളരെ സിമ്പിളായി പറയാം. സ്പേസിലേക്ക് അയക്കേണ്ട സാറ്റലൈറ്റ്സ് റോക്കറ്റിൽ കയറ്റിയതിനു ശേഷം ഈ റോക്കറ്റ് സ്പിൻ ലോഞ്ച് ആകാശത്തേക്ക് വളരെ വേഗത്തിൽ എറിയും. മുകളിലേക്ക് എറിയുന്നതിന്റെ കോൺസെപ്റ്റ് ഞാൻ പറയാം. ഒരു കല്ലിൽ കയറ് കെട്ടി നമ്മൾ അത് കറക്കിയതിനു ശേഷം വിട്ടു കഴിഞ്ഞാൽ ആ കല്ലും കയറും ഒരുപാട് ദൂരത്തേക്ക് പോയി വീഴുമെന്ന് നമുക്കറിയാം. ഇതേപോലെ തന്നെയാണ് റോക്കറ്റ് വളരെ വേഗത്തിൽ കറക്കി എറിയുന്നത്.
ഇതിനുവേണ്ടി വാക്വം സീലഡ് ആയ ഒരു ചേംബറിൽ റൊട്ടേറ്റിംഗ് ആം ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് ആമിലാണ് റോക്കറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇത് വളരെ വേഗത്തിൽ റോക്കറ്റിനെ കറക്കിയതിനു ശേഷം നിശ്ചിത വേഗത്തിൽ എത്തുമ്പോൾ ഈ ചേംബറിന്റെ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ള ടണൽ വഴി റോക്കറ്റ് ആകാശത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ റോക്കറ്റിന്റെ എഞ്ചിൻ പ്രവർത്തിച്ച് പിന്നീട് സാറ്റലൈറ്റിനെ ഓർബിറ്റിൽ എത്തിക്കുന്നു. ഇത് ഏകദേശം 4700 മീറ്റർ പെർ ഹവർ സ്പീഡിലായിരിക്കും റോക്കറ്റ് റിലീസ് ചെയ്യുന്നത്. സാധാരണ റോക്കറ്റുകളെ അപേക്ഷിച്ച് വളരെ കുറച്ച് ഫ്യൂവൽ മാത്രമേ ഈ ലോഞ്ചിന് ആവശ്യം വരുന്നുള്ളൂ. കൂടാതെ ഇലക്ട്രിസിറ്റിയിൽ വർക്കാവുന്ന റൊട്ടേറ്റിംഗ് ആമും അതിന്റെ ചേംബറും ചെറിയ മെയിൻ്റനൻസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. സ്പിൻ ലോഞ്ച് എന്ന കമ്പനി 2014 കാലിഫോർണിയയിലുള്ള ജോനത്താൻ യാനയാണ് സ്ഥാപിച്ചത്. മാക്സിമം 200 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡുകളാണ് സ്പിൻ ലോഞ്ച് ചെയ്യുന്നത്. ഗൂഗിളും എയർബസും ഉൾപ്പെടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്പിൻ ലോഞ്ചിൽ നാസയുടെ പല പേലോഡുകളും ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. സ്പിൻ ലോഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ 20% തൊട്ട് 70% ചിലവ് കുറയ്ക്കാനും പൊല്യൂഷൻ കുറയ്ക്കാനും കഴിയും. ഈ 3 കണ്ടുപിടുത്തങ്ങളിൽ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ഏതാണെന്ന് കമന്റ് ചെയ്യണേ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.